സാർ, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളായി വരികയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ചില ആലോചനകൾ നടത്തുന്നു എന്ന് കേൾക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? അല്ലാതെ യൂറോപ്യൻ യൂണിയൻ്റെ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് യൂറോപ്യനിൽ അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, റിഫോർമേറ്റീവ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് റിനൈസാൻസ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് സയൻറ്റിസം എന്ന് പറയുന്നൊരു പീരീഡ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ യൂറോപ്പ് കടന്നു പോന്നിട്ടുണ്ട്. റിഫോർമേറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ മതനവീകരണം സമ്പ്രദായം. മതനവീകരണം എന്ന് യൂറോപ്പിൽ ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുമത നവീകരണമായിരുന്നു. ക്രിസ്തുമതത്തിൽ കടന്നുകൂടിയ അനാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം മാറ്റി അതിനെ പരിഷ്കരിച്ച് ഒരു സമീപനം സ്വീകരിക്കുക എന്നതായിരുന്നു ഈ റിഫോർമേഷൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞാണ് റിനൈസാൻസ് വരുന്നത്. റിനൈസാൻസിലാണ് മാനവികമായ മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടും മതപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ദൈവത്തേക്കാൾ പ്രാധാന്യം മനുഷ്യന് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ റിനൈസാൻസിൻ്റെ ഒരു ചുരുക്കപ്പേര്. എന്താണെന്ന് വെച്ചാൽ, ദൈവമല്ല പ്രധാനം മനുഷ്യൻ തന്നെ. മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും മതത്തെ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. മറ്റേ ഈ യേശുദേവൻ പറഞ്ഞല്ല, സാബത്ത് ഈസ് ഫോർ മാൻ, നോട്ട് മാൻ ഈസ് ഫോർ സാബത്ത് എന്ന്. അതായത് ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്ന ഒരു സമീപനം. അതൊക്കെ എടുത്തുകൊണ്ടുള്ളതാണ് റിഫോർമേറ്റീവ് റിനൈസാൻസ് കാലത്ത് വന്നത്. അതിൽ കലയും സാഹിത്യവും ഒക്കെ വന്നു. അത് കഴിഞ്ഞാണ് സയൻറ്റിസം വരുന്നത്. സയൻറ്റിസം വരുന്നതെന്ന് വെച്ചാൽ, യൂറോപ്പിൽ വികാസം കൊണ്ട ശാസ്ത്രത്തിൻ്റെ ഒരു വിജ്ഞാന രൂപീകരണ മാതൃകയുണ്ട്. ആ ശാസ്ത്രത്തിൻ്റെ വിജ്ഞാന രൂപീകരണ മാതൃകകളിലൂടെ ലഭിക്കുന്ന വിജ്ഞാനത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വന്ന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ മോഡേണിറ്റി എന്ന് പറയുന്ന യൂറോപ്യൻ മോഡേണിറ്റിയുടെ ഉദയം വരുന്നതും. ആ യൂറോപ്യൻ മോഡേണിറ്റിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ രാജ്യ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകുന്നൊരു മാനവികതയെക്കുറിച്ചൊക്കെ ഉള്ള സങ്കല്പങ്ങൾ വന്ന്, നന്മയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വന്ന്, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ളൊരു പ്രവണതയല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന്, അതിനെ തുടർന്ന് വന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് 1, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന മതാധിപത്യ പാർട്ടികളെ അപ്പാടെ മാറ്റിക്കൊണ്ടും ഏകാധിപത്യ പാർട്ടി പ്രവണതയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ടും, അതാണ് ഫാസിസ്റ്റ് പ്രവണതകളെ അപ്പാടെ മാറ്റിക്കൊണ്ടും ജനാധിപത്യ സമ്പ്രദായത്തിലേക്കുള്ളൊരു ഒരു വരവുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത്, ആ ജനാധിപത്യ സംവിധാനത്തിലേക്ക് തിരിച്ചു വന്നവർ മുഴുവനും തിരിച്ച് ഈ മതാധിപത്യത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു ട്രെൻഡ് യൂറോപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൽ നിന്നും മതാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ്. ആ ട്രെൻഡിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു രൂപം നമുക്ക് കാണാവുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രദേഴ്സ് പാർട്ടിയാണ്, ഇറ്റാലിയൻ ബ്രദേഴ്സ് പാർട്ടിയാണ്. ബ്രദേഴ്സ് പാർട്ടി ഓഫ് ഇറ്റലി അഥവാ ഇറ്റാലിയൻ ബ്രദേഴ്സ് പാർട്ടിയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് 3 കാര്യങ്ങളുടെ സംരക്ഷണമാണ് അവരുടെ ലക്ഷ്യം. ദൈവം, പിതൃഭൂമി, കുടുംബം. അവിടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിൽ കാണുന്ന ദൈവമാണ്. ആ ദൈവം എന്താ വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന തൃത്വമാണ് ആ ദൈവം. ആ തൃത്വത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ സ്വാധീനവും ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക എന്നത് ഈ പാർട്ടിയുടെ ലക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ അതിർത്തിയും അതിൻ്റെ പരമാധികാരവും അതിൻ്റെ മഹത്വവും കാത്തു രക്ഷിച്ചുകൊണ്ട് അത് ലോകത്ത് വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനൊരു മഹാ അത്ഭുതമായ ഒരു രാജ്യമുണ്ട് ഈ ലോകത്ത് എന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. അവിടെ കുടുംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, വിവാഹത്തിൽ ദൈവം കൂട്ടിയോജിപ്പിക്കുന്നതിന് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിലനിർത്തേണ്ട മൂല്യബോധങ്ങളെ അപ്പാടെ നിലനിർത്തുക.
കാരണം ആ കുടുംബം എന്ന് പറഞ്ഞാൽ അണുകുടുംബമല്ല, കൂട്ടുകുടുംബവും കൂടിയാണ്. ആ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, മക്കൾ, പേരക്കുട്ടികൾ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ ഐക്യവും സമാധാനവും സംരക്ഷിക്കുക. ഈ 3 ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഏത്? ഇറ്റാലിയൻ ബ്രദേഴ്സ് പാർട്ടി. ആ പാർട്ടിയാണ് ഇപ്പോൾ ഇറ്റലി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ശത്രുക്കൾ ഇവരെക്കുറിച്ച് ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിയോ ഫാസിസമാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്നാണ്. അതിൽ തെറ്റുമില്ല, അവരതിനകത്തൊരു തെറ്റ് കാണുന്നില്ല. കാരണം ഞങ്ങൾ നിയോ ഫാസിസമല്ല, ഇറ്റലിയുടെ ദേശീയ മഹത്വം ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ആ ദേശീയ മഹത്വം ഇറ്റലിക്കകത്ത് പരമാധികാരത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതിനെ നിങ്ങൾ ഏകാധിപത്യമെന്നോ പിന്നെ എന്താണ് ഫാസിസം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു സൗകര്യം മാത്രമാണ്. അത് ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റലിയുടെ രാജ്യാതിർത്തികൾ സംരക്ഷിക്കുക എന്നത് ഭരണത്തിൻ്റെ പരമപ്രധാനമായ കാര്യമാണ്. അപ്പോൾ ഇറ്റലിയുടെ രാജ്യ അതിർത്തികൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ 0 ടോളറൻസ് ടു ഇമിഗ്രേഷൻ. ഈ പ്രവാസികളുടെ കടന്നുകയറ്റം ഉണ്ടല്ല, അതിനോട് 0 ടോളറൻസ് ആണ്. കാരണം ഇറ്റലിക്ക് അകത്തുള്ളവരുടെ ജീവിതമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണനാ വിഷയം. ഇറ്റലിയുടെ അതിർത്തി കടന്ന് ആര് വരുന്നതും അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിർത്തികളില്ലാത്ത ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് അധ്യാപകരൊക്കെ ഇങ്ങനെ ഞങ്ങളോട് പറയുമായിരുന്നു, അതിരുകളില്ലാത്ത ലോകത്തെ നമ്മൾ സ്വപ്നം കാണണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ജവഹർലാൽ നെഹ്റു അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരുന്നു എന്നും അവർ ചിലത് പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അങ്ങനെ സ്വപ്നം കണ്ടതിൻ്റെ ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യമുണ്ടെങ്കിൽ രാജ്യത്തിന് അതിർത്തികളുണ്ട്. ആ അതിരുകൾ സംരക്ഷിക്കണം. ആ അതിരുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ അതിർത്തിക്ക് പുറത്തു നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു കയറുന്നതിനെ ചെറുത്ത് നിൽക്കുക എന്നതുകൂടി അർത്ഥമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പരമ്പരാഗത ജീവിത മൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്തണം. ആ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റലിക്കാർക്കുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഇറ്റലിക്കാർക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വം നിഷേധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവർക്ക് വലിയ സ്വീകാര്യത ഇറ്റലിയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിനൈസാൻസ് മൂവ്മെൻ്റൊക്കെ കഴിഞ്ഞ് സയൻറ്റിസ്റ്റ് കഴിഞ്ഞു, ആ മൂവ്മെൻറ്റും കഴിഞ്ഞ് വന്ന് ഇത് മാനവികമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള വാചോടാപങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ജനാധിപത്യം വന്ന് അങ്ങനെയൊക്കെ വന്ന് ഇതൊരു അരാജകത്വ അവസ്ഥയിലേക്ക് ഇറ്റലിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോയി എന്ന് ഇറ്റലിക്കാർക്ക് തോന്നിയപ്പോഴാണ് അവർ അച്ചടക്കമുള്ളൊരു പാർട്ടിയെ കണ്ടപ്പോൾ അതിനകത്തേക്ക് പോയത്. അവരെയും കുറ്റം പറയാൻ നിവൃത്തിയില്ല. കാരണം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി അവസാനിക്കും എന്നുള്ളതാണ്. ഒപ്പം എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാക്വത്തിലേക്ക്, ഈ കുടുംബം തകരുന്ന വാക്വത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പില്ലാത്ത വാക്വത്തിലേക്ക്, അതിൻ്റെ ഒരു ശൂന്യതയിലേക്ക്, ആ ശൂന്യതയിലേക്ക് ഇസ്ലാമിൻ്റെ കടന്നുകയറ്റം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ഡെൻമാർക്കിൽ നമ്മൾ ആകെ കേട്ടിട്ടുള്ള കാര്യം ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞാറുന്നുണ്ട് എന്നുള്ളതാണ്. ഷേക്സ്പിയറിയൻ നാടകത്തിൽ കേട്ടിട്ടുള്ള കാര്യം. അതിനുശേഷം പിന്നെ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞാറുന്നുണ്ട് എന്നുള്ളത് വന്നു. ആ ഡെൻമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 0 ടോളറൻസ് ടു ഇമ്മിഗ്രേഷൻ എന്നാണ്. ഞങ്ങളുടെ രാജ്യത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആരും വരേണ്ടതില്ല, അങ്ങനെ വരുന്നവരാ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് രാജ്യത്തിനും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഒരു രാജ്യത്തിന് അതിൻ്റെ റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സ് പങ്കുവെക്കുന്നതിനൊരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. ആ മാർഗത്തിൽ അത് പങ്കുവെച്ചുകൊണ്ടിരിക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അതിൽ പങ്ക് ചോദിക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നവരുടെ പങ്ക് കുറഞ്ഞു പോകും, ഷെയർ ചെയ്യുന്നത് കൂടിപ്പോവും. അപ്പോൾ അത് സാധ്യമല്ല. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രശ്നം, ഇപ്പോൾ പല ഇറ്റാലിയൻ രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പം ഇതിൽ ഏറ്റവും വലിയ ഒരു
തകർച്ചയിലെത്താൻ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇംഗ്ലണ്ടായിരിക്കും. കാരണം അതിനൊരു നെമിസസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് വെച്ചാൽ സ്വയംകൃതമായ അനർത്ഥത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഒന്നൊന്നായി അവരെ തേടിയെത്തും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊള്ളയടിച്ച് നേടിയെടുത്ത കൊള്ളപ്പണം കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് സ്വതേ സമ്പന്നമല്ലല്ലോ, സ്വതേ സമ്പന്നമല്ല. സ്വതേ സമ്പന്നമല്ലാത്ത ഇംഗ്ലണ്ട് സമ്പത്ത് ക്രമീകരിച്ചത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും രാജ്യങ്ങളെ കൊള്ളയടിച്ചും അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ടുമാണ്. ഇപ്പോൾ നമ്മുടെ ബംഗാൾ ക്ഷാമം നമുക്കറിയാവുന്നതാണ്. അവിടെ അരി ഉണ്ടായിരുന്നു. ആ അരി മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് അരി കൊടുക്കാതെയാണ് 40 ലക്ഷം പേര് മരിച്ചുപോയത്. ആഹാരം കിട്ടാതെ 40 ലക്ഷം പേര് ബംഗാൾ ക്ഷാമത്തിൽ മരിച്ചു പോയപ്പോൾ ആ ആഹാരം മുഴുവൻ ഇംഗ്ലണ്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആഘോഷിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പാപമുണ്ടല്ലോ. അതെ, ആ പാപത്തിൻ്റെ തിരിച്ചടി അവർക്ക് കിട്ടാതിരിക്കില്ല. വ്യക്തികൾക്ക് മാത്രമല്ല, രാജ്യങ്ങൾക്കും അവർ ചെയ്യുന്ന ക്രൂരമായ കർമ്മത്തിൻ്റെ തിക്തഫലങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്കാണ് അത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചൂഷണം ചെയ്യുകയും വളരെ ക്രൂരമായി കൊള്ളയടിക്കുകയും ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മറ്റേ അവരുടെ ഒരു മ്യൂസിയം ഇല്ലേ, മറ്റേ ലണ്ടൻ മ്യൂസിയം, അവിടെ ഇരിക്കുന്ന 80% വസ്തുക്കളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്നതാണ്. കൊള്ള മുതൽ പ്രദർശിപ്പിച്ചുകൊണ്ട് മേനി നടിക്കാൻ ബ്രിട്ടീഷുകാരെ പോലെ വേറെ ലോകത്താർക്കും കഴിയില്ല. നമ്മുടെ കോഹിനൂർ രത്നമടക്കം അതെ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയി വെച്ചതാണ്. എന്ന് മാത്രമല്ല, അവർ കോളനിയുമായി വന്ന സമയത്ത് ആ രാജ്യങ്ങളെ മുഴുവൻ തകർത്ത ഒരു അനുഭവം കൂടിയുണ്ട്. മൊത്തം ഗ്ലോബൽ GDPയുടെ 27% നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ വന്നതും അവർ പോകുമ്പോൾ ഈ 23% ഗ്ലോബൽ GDP 4% കുറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ രാജ്യം ദരിദ്രമായത്. 40 ലക്ഷം പേര് ആഹാരം കിട്ടാതെ ബംഗാൾ ഫാമിൻ എന്ന് പറയുന്ന ബംഗാൾ ക്ഷാമത്തിൽ മരിക്കുമ്പോൾ ആ അരി മുഴുവൻ ഇംഗ്ലണ്ടിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഈ ധാന്യം മുഴുവൻ ഇംഗ്ലണ്ടിൽ എത്തിക്കുകയും ചെയ്തത്. അത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മത്സരിച്ചാണ്. അത് ഇറ്റലി ആയാലും ഫ്രാൻസ് ആയാലും പോർച്ചുഗീസ് ആയാലും സ്പെയിൻ ആയാലും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും മത്സരിച്ചു പോവുകയും ആഗോള ക്രൈസ്തവവൽക്കരണം നടത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തിരിച്ചടി ഇപ്പോൾ അവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചടിയെ നേരിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതമാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തടഞ്ഞു നിർത്താവുന്നത് പുറത്തു നിന്ന് ചെല്ലുന്നവരെ തടയുക എന്നുള്ളതാണ്. അതിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു നിയോ ഫാസിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.